നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റ് ഫോറിൻ ട്രാവലേഴ്സ് ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് ദെയർ അക്കൗണ്ട്സ് എന്ന പാഠഭാഗമാണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഹോക്കിൻസിനെ കുറിച്ചിട്ടാണ്. വില്യം ഹോക്കിൻസ്. അപ്പം അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരുന്നു വില്യം ഹോക്കിൻസ്. അദ്ദേഹം 1608 ഓഗസ്റ്റ് 24 ഇന്ത്യയിലെ സൂററ്റില് എത്തപ്പെട്ട കമ്പനി ഷിപ്പായ ഹെക്ടറിന്റെ കമാൻഡർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു ഷിപ്പ് ഇന്ത്യയിലെ സൂററ്റിൽ എത്തിപ്പെട്ടപ്പോൾ തന്നെ പോർച്ചുഗീസുകാരെ ആ കമ്പനി പിടികൂടി. എന്നിട്ട് എല്ലാ പോർട്ടായിട്ടുള്ള എല്ലാ പോർട്സുകളും ഈ ഒരു പോർച്ചുഗീസ് ആൾക്കാരുടേത് ആണെന്നും ഇനി ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ ഇവർക്കെല്ലാം ലൈസൻസ് വേണമെന്നുമുള്ളൊരു കാര്യം പോർച്ചുഗീസുകാരെ ഈ വന്നവരെ അറിയിക്കുകയാണ്. അപ്പം എന്നിട്ട് സൂററ്റിൽ നിന്ന് ഈ പ്രശ്നമൊക്കെ നടന്ന സമയത്ത് സൂററ്റിൽ നിന്ന് ഹോക്കിൻസ് എത്തിപ്പെട്ടത് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്കാണ്. ആഗ്രയിലെ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്കാണ് എന്നിട്ട് അവര് പോയത്. അപ്പൊ മുഗൾ ചക്രവർത്തി എന്നിട്ട് അദ്ദേഹം ആ മുഗൾ ചക്രവർത്തിയുടെ കൂടെ ഏകദേശം 2 വർഷത്തോളം അദ്ദേഹം അവരുടെ കൂടെ ജീവിച്ചു. സൂററ്റില് ഒരു ഇംഗ്ലീഷുകാരുടെ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമൽ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. ആ കൂട്ടത്തില് ജഹാംഗീർ ചക്രവർത്തിയോട് ഈ ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യപ്പെടുകയും ആ സമയത്ത് ജഹാംഗീർ ചക്രവർത്തി പോർച്ചുഗീസുകാരുടെ കുതന്ത്രങ്ങളെ ചെറുത്തു നിർത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചിട്ടും ഹോക്കിൻസിനോട് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു ബന്ധം അവരിൽ നിലനിന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ ഹോക്കിൻസിന് കഴിഞ്ഞു. അങ്ങനെ ജഹാംഗീർ ചക്രവർത്തി ഹോക്കിൻസിനെ ഇംഗ്ലീഷ് ഖാൻ എന്ന പേരിൽ നാമകരണം ചെയ്തു. അങ്ങനെ ഹോക്കിൻസിനെ ഇന്ത്യയിലേക്ക് ചേർക്കാൻ ജഹാംഗീർ ചക്രവർത്തിക്ക് ഒരു താല്പര്യം തോന്നുകയും അദ്ദേഹത്തിന്റെ മറിയം എന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ആഗ്രയില് അതായത് ഈ ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഇവർ പോകുന്നത്. അപ്പം ആ ആവശ്യം പറഞ്ഞ സമയത്ത് ഇവര് പോർച്ചുഗീസുകാരുടെ കുതന്ത്രങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യവുമായിട്ട് ജഹാംഗീർ ചക്രവർത്തി ഹോക്കിൻസിനോട് പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് മറിയം എന്ന സ്ത്രീ വിവാഹം കഴിക്കാനായിട്ട് ഹോക്കിൻസിനോട് പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ തന്നെ ഇവരെ നിലനിർത്തിക്കാൻ വേണ്ടിയിട്ട് ചക്രവർത്തിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആഗ്രയിൽ നിന്നും അദ്ദേഹം മടങ്ങിപ്പോയത് 1611 1614 അദ്ദേഹം മരണപ്പെട്ടത്. അടുത്തത് പറയാനുള്ളത് അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഹോക്കിൻസിന്റെ കാര്യം പറഞ്ഞത് നമ്മൾ സൂററ്റ് ഇന്ത്യയില് കമ്പനി ഷിപ്പായിട്ടുള്ള ഹെക്ടർ സൂറത്തിൽ എത്തിയപ്പോൾ തന്നെ പോർച്ചുഗീസുകാരെ പിടിയെടുത്തു. അതിനുശേഷം എന്താണ് ഈ ഒരു എല്ലാ പോർട്ടുകളും ഈ ഒരു പോർച്ചുഗീസുകാരുടെ പിടിയിലാണെന്നും ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അവർക്കെല്ലാം ലൈസൻസ് ആവശ്യമാണെന്നുള്ള കാര്യവും പോർച്ചുഗീസുകാര് ഹോക്കിൻസിനെയും വന്ന ആൾക്കാരെയും അറിയിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് സൂററ്റിൽ ഒരു ഫാക്ടറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോക്കിൻസിനെ അവര് ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചത്. അതിനുള്ള അറ്റകുറ്റപ്പണി നടത്താനുള്ള ആവശ്യത്തിനുള്ള പണം അദ്ദേഹം ചോദിച്ച സമയത്താണ് പോർച്ചുഗീസുകാരുടെ കുതന്ത്രങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഹോക്കിൻസിനോട് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയാണ് ഇവര് തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം തുടങ്ങിയത്. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ഹോക്കിങ്ങിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചക്രവർത്തിക്ക് തോന്നുകയും മറിയം എന്ന സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതായത് മറിയം എന്ന് പറയുന്നത് ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയാണ്. അങ്ങനെ ഏകദേശം ഒരുപാട് വർഷം അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയും 1611 അദ്ദേഹം ആഗ്ര വിടുന്നത്. അതിനുശേഷം 1614 തന്നെ അദ്ദേഹം മരണമടയുകയും ചെയ്തു. അടുത്തത് പഠിക്കാനുള്ളത് സർ തോമസ് റോയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഒരു ഡിപ്ലോമേറ്റും റൈറ്ററുമായിരുന്നു. അങ്ങനെ തോമസ് റോ ജഹാംഗീറിന്റെ കോർട്ടിലേക്ക് എത്തിയത് ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഈവന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഹോക്കിൻസിന് പറ്റാത്ത കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് സർ തോമസ് റോ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്.
അക്കാലത്ത് പോർച്ചുഗീസുകാരും ഇന്ത്യയുമായിട്ട് ഏകദേശം നല്ല ഒരു വ്യാപാര ബന്ധത്തിലായിരുന്നു നിലനിന്നിരുന്നത്. ബ്രിട്ടീഷുകാരെ ചെറുക്കാൻ വേണ്ടിയിട്ട് മുഗൾ ചക്രവർത്തിയെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതിനാൽ തന്നെ ഹോക്കിൻസിന് സാധിക്കാത്തത് നേടാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷുകാർ തോമസ് റോയെ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചത്. അപ്പൊ ജഹാംഗീർ ഒരു ഡിപ്ലോമേറ്റ് ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് തന്നെ ഹോക്കിൻസിന് പറ്റിയ തെറ്റുകള് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. മാത്രമല്ല, ഇവരുടെ അത്രത്തോളം ബുദ്ധി കാരണം മുഗൾ കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇവര് സെൽഫ് പ്രസന്റേഷൻ നല്ല രീതിക്ക് തന്നെ അവരെ കയ്യിലെടുക്കുന്ന രീതിക്ക് തന്നെ സ്വയം അവരെ പ്രസന്റ് ചെയ്യാനും സർ തോമസ് റോയ്ക്ക് സാധിച്ചു. കാരണം ഒരു ശക്തനായ രാജാവിന്റെ മുന്നിലാണ് അദ്ദേഹം പോയി നിൽക്കുന്നത്. ഹോക്കിൻസിന് പറ്റിയ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണല്ലോ അദ്ദേഹം പോയത്. അപ്പൊ പോർച്ചുഗീസുകാരെ അകറ്റി നിർത്തുന്നതിലും സൂറത്തിൽ ഫാക്ടറി സ്ഥാപിക്കുന്നതിനും ജഹാംഗീർ ചക്രവർത്തിയിൽ നിന്നൊരു ഫിർമ നേടിയെടുക്കാൻ അദ്ദേഹത്തിന്റെ സാമർഥ്യത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇംഗ്ലീഷുകാർക്ക് മാത്രമുള്ള വ്യാപാര സ്വാതന്ത്ര്യം അദ്ദേഹം കൈപ്പറ്റി. റോയുടെ ഇന്ത്യയിലെ താമസത്തെക്കുറിച്ചുള്ള വിശദീകരണം ഏറ്റവും കൂടുതലായിട്ടും ജേണൽ ഓഫ് ദ മിഷൻ ടു ദ മുഗൾ എംപയർ എന്ന ബുക്കിൽ അദ്ദേഹം വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഗൾ കോർട്ടില് ഏകദേശം 3 വർഷത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നു. ഏകദേശം 1615 മുതൽ 1618 വരെയും അദ്ദേഹം അവിടെ തന്നെയായിരുന്നു സ്ഥാപിച്ചിരുന്നത്. അതായത് ഇവിടെ പറഞ്ഞത് ജഹാംഗീർ വില്യം ഹോക്കിൻസിന് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങള് സർ തോമസ് റോ മുഗൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പോയിട്ട് നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററിയിൽ ഒരു വലിയൊരു കോൺട്രിബ്യൂട്ടഡ് ഒരു ഈവന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടുന്നതും അതുകൊണ്ടാണ്. അടുത്തത് പഠിക്കാനുള്ളത് എഡ്വാർഡ് ടെറി ആണ്. അപ്പൊ എഡ്വാർഡ് ടെറി 1590 ജനിച്ചത്. 1616 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ചാപ്ലിന്മാരിൽ ഒരാളായിട്ട് ഇദ്ദേഹത്തിന് കണക്കാക്കപ്പെടുകയും അങ്ങനെ ഇന്ത്യയിലേക്കുള്ള യാത്രക്കിടെ അവർക്ക് പോർച്ചുഗീസുകാരുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരികയും ചെയ്യുകയാണ്. അപ്പം ആ ഒരു യുദ്ധം അദ്ദേഹത്തിന്റെ കൃതിയായ എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യയില് ആ യുദ്ധത്തെ കുറിച്ചിട്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ടെറി ഇന്ത്യയിൽ എത്തിയപ്പോഴേക്കും ഇംഗ്ലീഷ് സ്ഥാനപതിയായിരുന്ന തോമസ് റോ ഇംഗ്ലീഷുകാരുടെ അംബാസിഡർ ആയിട്ട് പുതിയ ചാപ്ലിനായിട്ട് അദ്ദേഹത്തോട് നിലനിൽക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഏകദേശം 2.5 വർഷത്തോളം അദ്ദേഹം അവിടെ തന്നെ നിലനിന്നിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയ ശേഷം ടെറി അവരുടെ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട്, അതായത് മെയിൻ ആയിട്ട് ഏകദേശം 2.5 വർഷത്തോളം അദ്ദേഹം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ടെറി 1660 മരിക്കുന്നത് വരേക്കും ഇംഗ്ലണ്ടിലെ മിഡിൽ സെക്സിലെ ഗ്രീൻഫോർഡിലെ ചർച്ചിലെ റെക്ടർ ആയിട്ടാണ് സേവനം അനുഷ്ഠിച്ചത്. മാത്രമല്ല, ആ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ എന്ന ഒരു പുസ്തകത്തില് അദ്ദേഹം പോർച്ചുഗീസുകാരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചിട്ട് മാത്രമായിരുന്നില്ല അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പകരം അവരുടെ റിലീജിയസ് ബിലീഫ്സ്, ലാംഗ്വേജ്, അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ്, അത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് കൂടെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു വോയേജ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരുടെ ഒരു പോപ്പുലർ വർക്കായിട്ട് കൂടിയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. കാരണം ഇവർ ഇന്ത്യയിലേക്ക് വന്ന സമയത്താണ് പോർച്ചുഗീസുകാരുമായി യുദ്ധത്തിൽ പെടുന്നത്. ആ ഒരു യുദ്ധത്തിന്റെ കൂടെ തന്നെ ഇവരുടെ കൾച്ചറിനെ കുറിച്ചിട്ടും ഹെറിറ്റേജിനെ കുറിച്ചിട്ടും അവരുടെ ലാംഗ്വേജിനെ കുറിച്ചിട്ടും റിലീജിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ എന്ന ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇംഗ്ലണ്ടിലെ ഒരു ഏറ്റവും വലിയ ഒരു വർക്കായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യം വില്യം ഹോക്കിൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ വില്യം ഹോക്കിൻസ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സൂറത്തില് ആ ഒരു കമ്പനി ഷിപ്പായ ഹെക്ടറിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ പോർച്ചുഗീസുകാര് ആ കമ്പനി ഷിപ്പിന്റെ എല്ലാ പോർട്ടിന്റെയും അധിപൻ അവരാണെന്നും ഇനി ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരുടെ ലൈസൻസ് ആവശ്യമാണെന്നും അവര് പറയുകയുണ്ടായി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് മുഗൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഹോക്കിൻസ് പുറപ്പെടുന്നത്. എന്നാൽ അവിടെ അദ്ദേഹത്തിന് സ്ഥാനമുറപ്പിക്കാനും ഇംഗ്ലീഷുകാരുടെ, അതായത് ഒരു പേരെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു.
കൂടാതെ ചക്രവർത്തിക്ക് ഇഷ്ടമായതിനെ തുടർന്ന് ഇന്ത്യയെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വേലക്കാരിയായ മറിയത്തെ വിവാഹം കഴിക്കാനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പം അദ്ദേഹം വിവാഹം കഴിച്ചു. എന്തിനാണ്? ഈ കാര്യങ്ങളൊക്കെ വന്ന കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അടുത്ത് ഇവര് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് വിടുന്നത് സർ തോമസ് റോയെയാണ്. അപ്പം ഹോക്കിൻസിന് പറ്റിയ തെറ്റുകളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർ തോമസ് റോ ഒരുപാട് ശ്രമിച്ചിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഇതുവരേക്കും നടത്താതിരുന്ന പല കാര്യങ്ങളും, ഹോക്കിൻസിന് നടത്താൻ പറ്റാത്ത പല കാര്യങ്ങളും സർ തോമസ് റോയ്ക്ക് നേടാൻ പറ്റിയിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് എഡ്വേർഡ് ടെറി. അപ്പൊ എഡ്വേർഡ് ടെറി അദ്ദേഹത്തിന്റെ എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ എന്ന പുസ്തകത്തില് പോർച്ചുഗീസുകാരുമായി ഇടപെടേണ്ടി വന്ന യുദ്ധത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ്, അവരുടെ റിലീജിയസ് ബിലീഫ്സ്, അവരുടെ ലാംഗ്വേജ്, ഈ കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എഡ്വേർഡ് ടെറി. അപ്പൊ നിങ്ങളോട് ഈ ഒരു ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ 3 കാര്യങ്ങൾ ഇന്റർ കണക്റ്റഡ് ആയിട്ട് വേണം എഴുതാൻ. അപ്പൊ ഈ ചാപ്റ്റർ ഇത്ര തന്നെ ഉള്ളൂ. ഇതൊരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു. ഒന്നുമല്ല, ആദ്യം വില്യം ഹോക്കിൻസ് വന്ന കാര്യങ്ങൾ നടത്താൻ പറ്റാതിരുന്നത് കൊണ്ടാണ് സർ തോമസ് റോയെ ഇംഗ്ലീഷുകാർക്ക് മുഗൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് വിടേണ്ടി വന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇന്ന് എഴുതാം. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. അതിനുശേഷമാണ് എഡ്വേർഡ് ടെറി എത്തിയത്. അപ്പം എഡ്വേർഡ് ടെറിയുടെ പ്രശസ്തമായ, അതായത് ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതലും പ്രശസ്തി ആർജിച്ച ഒരു വർക്കാണ് എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യയിലേക്ക്, അതായത് പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പോർച്ചുഗീസുകാരുമായിട്ടുള്ള ആ യുദ്ധത്തെ കുറിച്ചിട്ടാണ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. കൂടാതെ അതിന്റെ കൾച്ചറൽ ഹെറിറ്റേജ്, അവരുടെ ലാംഗ്വേജ്, അവരുടെ വർക്ക്, അവരുടെ റിലീജിയസ് ബിലീഫ്സിനെയൊക്കെ കുറിച്ചുകൂടി ആ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ആ ഒരു കൃതി എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസിലും ആ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് ഇവരുടെ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് മനസ്സിലായത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ ഒരു 3 കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആയിട്ട് പരസ്പരം കണക്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ പോരായ്മകളും കൂടെ നോട്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.